ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അതായത് കഴകം കം വാച്ചർ തളി പരീക്ഷാഫലം വൈകുകയാണ്. സാധാരണ പരീക്ഷ നടന്ന് 2 മാസത്തിനകം ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്ന KDRB ഇതുവരെ കഴകം കം വാച്ചർ തളി പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. 3 മാസത്തിലേറെയാകുന്നു. പല പല ആശങ്കകളാണ് ഉദ്യോഗാർത്ഥികൾ പലരും പറയുന്നത്. ദിവസേന നമുക്ക് തന്നെ കുറച്ചധികം മെസ്സേജുകൾ വരുന്നുണ്ട്. നമ്മുടെ വീഡിയോസിന് താഴെ എന്തായി റിസൾട്ട് എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജുകൾ. കൂടാതെ റാങ്ക് ഹോൾഡേഴ്സ് പലതരം കാര്യങ്ങൾ ഇവർക്കിടയിൽ അറിയിച്ചിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത് എന്താണ്, പിന്നെ നമ്മുടെ ഹാൻഡിക്യാപ്ഡ് കോട്ട കുറച്ച് ഫില്ല് ചെയ്യാനുണ്ട്, അതില്ല, അല്ലെങ്കിൽ റിസൾട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, 2 ആഴ്ചക്കുള്ള റിസൾട്ട് വരും എന്നൊക്കെ തന്നെ അവർ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. ഏകദേശം മൂല്യനിർണ്ണയം പൂർത്തിയായി കഴിഞ്ഞെന്നാണ് അറിയുന്ന വിവരങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷെ പലരും ഇപ്പോൾ വളരെ ആശങ്കയോടാണ് ഈ ഒരു പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ നമ്മളെ സമീപിക്കുന്നത്. നമുക്കറിയാം, KDRB വിളിച്ചതിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ വേക്കൻസികളുള്ള 2 തസ്തികകളാണ് കഴകം കം വാച്ചറും തളിയും. അപ്പൊ ഇതിന്റെ പരീക്ഷ വൈകുന്നതിന് പല ഉദ്യോഗാർത്ഥികളും നിരന്തരം നമ്മളോട് കാര്യങ്ങൾ വിളിച്ചു പറയുകയും മെസ്സേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാനിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മംഗളം പത്രത്തിൽ വന്ന ഒരു വാർത്ത കൂടി നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പൊ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ആ വാർത്തയിലേക്ക് തന്നെ നേരിട്ട് കടക്കാം. അതിങ്ങനെയാണ്: കഴകം കം വാച്ചർ തളി തസ്തികകളിലെ പരീക്ഷാഫലം വൈകുന്നു, അധികൃതരുടെ അനാസ്ഥയെന്ന ആക്ഷേപം, ആശങ്കയിൽ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്ന ഒരു വാർത്ത. അതായത് പാർട്ട് ടൈം കഴകം വാച്ചർ, പാർട്ട് ടൈം തളി എന്നീ തസ്തികകളിലേക്ക് നടത്തിയ പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് വൈകുന്നതിൽ ആശങ്കയിലായി ഉദ്യോഗാർത്ഥികൾ. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തിയ പരീക്ഷയുടെ ഫലം പതിവില്ലാത്ത വിധം വൈകുന്നതാണ് ആശങ്ക ഉയരാൻ കാരണം. ഫെബ്രുവരി 4-നാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒഴിവുള്ള 2 തസ്തികകളിലേക്കുമായി പൊതുപരീക്ഷ നടത്തിയത്. സാധാരണഗതിയിൽ പരീക്ഷ നടത്തി 2 മാസത്തിനകം ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിലവിൽ പരീക്ഷ കഴിഞ്ഞിട്ട് 3 മാസത്തിലേറെയായിട്ടും ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാതെ ഒളിച്ചു കളിക്കുന്ന ആരോപണമാണ് ഉദ്യോഗാർത്ഥികൾ ഉയർത്തുന്നത്. ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിനുണ്ടാകുന്ന കാലതാമസം സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കി റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതും വൈകിപ്പിക്കും. പാർട്ട് ടൈം തളി തസ്തികയിൽ 135 ഒഴിവും പാർട്ട് ടൈം കഴകം കം വാച്ചർ തസ്തികയിൽ 119 ഒഴിവിലേക്കുമാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ 11-ന് അപേക്ഷ ക്ഷണിച്ചത്. ഇത്രയും ഒഴിവുകളിൽ പരീക്ഷ നടത്തിക്കഴിഞ്ഞ് സമയബന്ധിതമായി ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാത്തത് പരീക്ഷ എഴുതിയ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ആശങ്കയോടെയാണ് കാണുന്നത്. പല അമ്പലങ്ങളിലും ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് അധികൃതരുടെ മെല്ലെപ്പോക്കെന്നാണ് ആക്ഷേപം. റിക്രൂട്ട്മെന്റ് ബോർഡ് ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതായും കഴകം കം വാച്ചർ തസ്തികയുടെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഇന്റർവ്യൂവിന് ക്ഷണിച്ചതായി 1 മാസം മുൻപ് മുതൽ ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ കാണിക്കുന്നുണ്ടെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. മൂല്യനിർണ്ണയം ഉൾപ്പെടെ എല്ലാ നടപടികളും പൂർത്തിയായതിനെ തുടർന്നാണ് പ്രൊഫൈലിൽ ഇങ്ങനെ കാണിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. മറ്റ് ദേവസ്വം ബോർഡുകളിലെ വിവിധ തസ്തികകളുടെ പരീക്ഷാ ഫലങ്ങളും നിയമന ശുപാർശയും തടസ്സങ്ങളില്ലാതെ സമയബന്ധിതമായി നടത്തുന്ന ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിരവധി ഒഴിവുകളുള്ള ഈ 2 തസ്തികകളിലും എത്രയും വേഗം ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇങ്ങനൊരു വാർത്തയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു വീഡിയോ ആണ്. അപ്പൊ അത് ഈ മംഗളം പത്രത്തിലൂടെ ഇത്തരത്തിലൊരു വാർത്ത വന്നതിൽ നമ്മൾ പറയുകയാണ്. പല ഉദ്യോഗാർത്ഥികളും നല്ല രീതിയിൽ തന്നെ നമ്മളോട് പറയുന്നത് വലതും ക്രമക്കേട് നടത്താൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ ഈ ഒരു വിജ്ഞാപനത്തിൽ പുറത്തു നിന്ന് ആളുകളെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണോ ഇങ്ങനെ KDRB ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആയിരിക്കില്ല, സാങ്കേതിക തടസ്സങ്ങൾ മാത്രമായിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ ഒരു റിസൾട്ട് വരുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് 2 ആഴ്ചക്കുള്ളിൽ ഏകദേശം ഒന്നുകിൽ ഈ ഒരു 3-4 ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടെ ഇതിന്റെ റിസൾട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുമെന്ന് ഏകദേശം ഒരു സൂചന നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് ആ രീതിയിൽ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ ഇത് വാർത്തയായി, നമ്മളും ഇത് വീഡിയോ ചെയ്യുന്നു. ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പെട്ടെന്ന് തന്നെ KDRBയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു പരീക്ഷ നല്ല രീതിയിൽ, അല്ലെങ്കിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഭാവി എന്താ പറയുക, ജീവിതം കരിപ്പിടിക്കാവുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്നും അതിനുശേഷം സർട്ടിഫിക്കറ്റ് പരിശോധനയും മറ്റു കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടന്ന് ഇതിലേക്ക് നിയമനം നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയിക്കുകയാണ്. പല ഈ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളും നമ്മളോട് നിരന്തരം ഇത്തരത്തിലുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഇനിയും വൈകിക്കൂടാ, പെട്ടെന്ന് തന്നെ. കാരണം അത്യാവശ്യം നമ്മൾ പറഞ്ഞു 135 പാർട്ട് ടൈം തളി തസ്തികയിൽ ഒഴിവുണ്ട്, അതുപോലെ 119 ഒഴിവ് കഴകം കം വാച്ചറും ഉണ്ട്. ഏകദേശം 253 ഓളം അല്ലെങ്കിൽ 254 ഒഴിവുകളാണ് അന്ന്
ഈ ഒരു വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച് പരീക്ഷ എഴുതി ഈ ഫലം കാത്തിരിക്കുകയാണ്. അവരെ നിരാശപ്പെടുത്തരുതെന്നാണ് KDRBയോട് പറയാനുള്ളത്. അപ്പൊ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഇതിന്റെ PDF നൽകും. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ PSCയുമായി ബന്ധപ്പെട്ടും മറ്റു മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ടും ദേവസ്വം ബോർഡ് അടക്കമുള്ള പരീക്ഷകളുമായി ബന്ധപ്പെട്ട ഏറ്റവും മികച്ച ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും മറ്റു വീഡിയോസും വാർത്തകളും ഒക്കെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റായി രേഖപ്പെടുത്താം. അതുപോലെ നിങ്ങളുടെ പരീക്ഷ എഴുതിയ ആളുകൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്